ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരു ട്യൂട്ടോറിയൽ പ്ലസ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് കാണുമ്പോൾ ചുമ്മാ ഒരു വീഡിയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതല്ല, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ടെക്നിക്സ് ഓഫ് വെള്ളം കോരൽ, ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ പുതിയ ജനറേഷനൊന്നും എന്താണ് കിണർ അല്ലെങ്കിൽ എങ്ങനെയാണ് പണ്ട് ആൾക്കാർ വെള്ളം കോരിയിരുന്നത് എന്നൊന്നും അറിയില്ല. ഇപ്പോൾ മൊത്തം മോട്ടറും ഇതൊക്കെ യൂസ് ചെയ്യലാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ടൗൺഷിപ്പുകൾ അല്ലെങ്കിൽ സിറ്റീസിലൊന്നും കിണറില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 10 സെൻറ്റ് ഭൂമിയിൽ ഒരു വീടാണ്. ആ വീട് വെച്ച് കഴിയുമ്പോഴേക്കും കിണർ കുഴിക്കാനുള്ള സ്ഥലം പോലും ഇല്ല അവർക്ക്. പിന്നെ നെക്സ്റ്റ് റീസൺ, കുറേ സ്ഥലത്ത് വെള്ളം ലഭ്യമല്ല. അപ്പോൾ ഇപ്പോൾ ഈ നാട്ടും പ്രദേശങ്ങളിൽ മാത്രമാണ് ഇതുപോലെ പണ്ടത്തെ കിണറുകൾ നിലനിർത്തി വന്നിട്ടുള്ളൂ. എന്നാലും കൂടുതൽ പേരും ഇപ്പോൾ ഈ വെള്ളം അടിക്കുക, ടാങ്കി കയറ്റുക, ഫിൽട്ടർ ചെയ്യുക, ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഇവിടങ്ങളിലും അതെ, പുതിയ വീടുകൾക്കാണെങ്കിൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ കിണർ കുഴിക്കുക, ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ കുഴൽ കിണറിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ കുഴൽ കിണർ എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കുഴിച്ച് പോയിട്ട് നേരെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ഇല്ലാത്ത ഒരു വെള്ളമാണ്. അതിനൊരു ചെറിയൊരു നാറ്റം ഉണ്ടായിരിക്കും. അത് ഒരു മുട്ട ചീഞ്ഞ മണം പോലത്തെ ഒരു മണം ഉണ്ടായിരിക്കും. അത് നമ്മൾ ടാങ്കി കയറ്റുന്നു, ഇത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, കുടിക്കുന്നു. ഇതാണ് ഇത്. പിന്നെ നമ്മളുടെ ഇപ്പോൾ ബോട്ടിൽ വാട്ടേഴ്സ്, ഇതൊക്കെ പുഴയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് വെള്ളം ഫിൽട്ടർ ചെയ്ത് എന്താണ് ആർട്ടിഫിഷ്യലി മിനറൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള വാട്ടറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിണറ്റിലെ ഫിൽട്രേഷൻ പ്രോസസ്സാണ്. കിണറ്റിലെ ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൽ ഇവിടെയൊക്കെ മേടിക്കാൻ കിട്ടും. ബോട്ടിൽസിൻ്റെ ഉള്ളിൽ കുറേ സാൻഡും ഇതൊക്കെ വെച്ചിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ചെളിവെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിൽട്ടർ ചെയ്ത് നല്ല ക്ലിയർ വാട്ടറായിട്ട് വരുന്നത് കാണിച്ച് ഉള്ള ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട്. ആ സെയിം പ്രോസസ്സ് നാച്ചുറലി സംഭവിക്കുന്നതാണ് കിണറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഈ പല സ്ഥലത്തുനിന്നുള്ള വാട്ടർ ഫിൽട്ടർ ചെയ്താണ് ഈ കിണറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ എൻ്റെ അപ്പാപ്പൻ ഉള്ള സമയത്ത് ഉണ്ടാക്കിയ കിണറാണ്. അപ്പോൾ ഇതിൽ ഒരു 10-70 വർഷത്തോളം പഴക്കം വരുന്നൊരു കിണറാണ്. അപ്പോൾ ഈ കിണറ്റിൽ വെള്ളം വറ്റാറില്ല. ആകെ കൂടെ സമ്മർ സീസൺ ആകുമ്പോൾ ചെറിയ ഒരു ഡ്രോപ്പ് ഉണ്ടാവും വെള്ളത്തിൽ. നല്ല ആഴമുള്ള കിണറാണ്. നമുക്കൊന്ന് കിണർ കാണാം. അപ്പോൾ ഇതൊരു പരമ്പരാഗതമായൊരു കിണറാണ്. അപ്പോൾ നമ്മൾ വലയും നെറ്റും ഇതൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ്. നിങ്ങൾക്ക് കാണാം, 1, 2, 3, 4, 5, 6, 7, 8, 10 റിങ്ങോളം വരുന്ന കിണറാണ്. അപ്പോൾ 10 കോല് താഴ്ച എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പണ്ടത്തെ ടേമാണ്. ഓരോ റിങ്ങിനും ഓരോ കോലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം വറ്റാറില്ല. ഒരു വറ്റാത്ത കിണറാണ്. ഇനി എങ്ങനെയാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളാണെന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ വിചാരിക്കും ഭയങ്കര സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷേ ഇതിന് കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പാട്ട എടുക്കുകയാണ്. നമ്മൾ ഏകദേശം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ പിടിച്ച് പതുക്കെ ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ എൻഡ് ആകുമ്പോൾ ഒന്ന് മുങ്ങി കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പൊന്തിക്കും, എന്നിട്ട് ആദ്യം താഴ്ത്തിയിടും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ കിണറ്റിൽ തന്നെ പല കരടും കാര്യങ്ങളൊക്കെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പൊക്കിയിട്ട് ഒന്ന് താഴ്ത്തിയിട്ട് കൊടുക്കുമ്പോൾ അതിലെ കരടുകളൊക്കെ മാറി ക്ലിയർ വാട്ടർ മാത്രമേ നമുക്ക് വരുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ പൊക്കിയെടുക്കുമ്പോൾ ഞാനിവിടെ കയർ എങ്ങനെയാണ് വെക്കുന്നതെന്നും കൂടെ കാണണം.
അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് നമ്മൾ ചുമ്മാ പൊക്കിയെടുക്കല്ല, ഇങ്ങനെ ഒരു റിംഗ് ഷേപ്പിൽ ഈ കയറിനെ ഇതിൻ്റെ തിണ്ടുമ്മ ഇടുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കാലിൽ ചുറ്റിപ്പിണയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം ഈ ബക്കറ്റ് താഴോട്ട് ഇടുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചുറ്റി പിണഞ്ഞ് ഇവിടെ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്നാണ് പോകുന്നത്. കണ്ടോ, ഈ കയറ് ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. അതേസമയം ഇവിടെ താഴെ കിടക്കുകയാണെങ്കിലോ, നമ്മുടെ കാലമേനും ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വെള്ളം എടുക്കുന്നത് കാണാം. വെള്ളം നമ്മൾ 2 പ്രാവശ്യം ഇട്ട് ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ പതിയെ വലിച്ചെടുക്കുന്നു. അതേസമയം തന്നെ ഈ കിണറിൻ്റെ ഭിത്തിയുമേ റൗണ്ടായിട്ട് നമ്മൾ കയറ് ഇടുകയാണ്. ഇങ്ങനെ എടുക്കും. അപ്പോൾ ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഇത് ഇപ്പോൾ തിളപ്പിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യേണ്ട കാര്യവും ഇല്ല. ഡയറക്റ്റ്ലി കിണറ്റിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറ്റും. ഇനി പലരും പറയും കിണറ്റിലെ വെള്ളത്തിന് ടേസ്റ്റ് ഇല്ലെന്ന്. അല്ല, ടേസ്റ്റ് ഇല്ലെന്നല്ല, വെള്ളത്തിന് പൊതുവെ ടേസ്റ്റ്ലെസ് ആണെന്ന് പറയും. അത് പറയുന്നത് ഞാൻ സമ്മതിച്ചു തരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നിങ്ങൾ കിണറ്റിലെ വെള്ളം കുടിച്ചാലാണ് വെള്ളത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിയുള്ളൂ. ഇതിൻ്റെ ആ ഒരു പ്യൂരിറ്റി നിങ്ങൾക്ക് വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് വെള്ളത്തിലും കിട്ടില്ല. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പോകുമ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ വൈഫ് ഹൗസിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എറണാകുളത്ത് ഓഫീസിൽ പോകുമ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ അവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ വെള്ളം കുടിച്ച് പഠിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വെള്ളം മാത്രമാണ് ഇഷ്ടമുള്ളൂ. പിന്നെ ഒരു 2-3 ഡേയ്സ് എടുക്കും എനിക്ക് അഡ്ജസ്റ്റഡ് ആയി വരാൻ. അപ്പോൾ നമുക്ക് ഈ വെള്ളം കൂടെ ഒഴിക്കാം. നമ്മളുടെ ഈ വെള്ളം കോരുന്നത് കഴിഞ്ഞു. ഇനി നമ്മളുടെ ലാസ്റ്റ് ഞാൻ പ്രധാനപ്പെട്ട പറയാൻ വന്ന പോയിന്റിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ വാട്ടർ റിസോഴ്സസ് ഭയങ്കരമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ കിണറുകൾ എക്സ്റ്റിൻറ്റ് ആവുന്നത്. അപ്പോൾ കിണറുകൾ എക്സ്റ്റിൻറ്റായി പഴയ പോലെ കിണർ കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ കുഴൽ കിണറിലോട്ട് മാറുന്നത് ആൾക്കാർ. അപ്പോൾ പല നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും അവിടെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യം വെള്ളമാണ്. അപ്പോൾ വെള്ളം കിട്ടാത്ത പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെട്രോളിനേക്കാളും വില വെള്ളത്തിനാണ്. വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാലം വരും വെള്ളം എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ സേവ് ചെയ്യണം. മാക്സിമം വെറുതെ വെള്ളം കളയാതെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ എഴുതി അറിയിക്കേണ്ടതാണ്. ബൈ.